ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ പാമ്പാടി തിരുമേനി താബോറിൻ്റെ പരിമളം. പരിശുദ്ധ പാമ്പാടി തിരുമേനിയെക്കുറിച്ചുള്ള ഈ പഠന പ്രഭാഷണ പരമ്പരയിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരാളുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർക്ക് ആത്മശക്തിയും ആധ്യാത്മിക ഉയർച്ചയും കിട്ടുമെങ്കിൽ അയാൾ ഗുരുവാണ് എന്നതാണ് ആപ്തവാക്യം. സത്യത്തിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനിയെക്കുറിച്ചുള്ള ഓർമ്മയിലും പാമ്പാടി തിരുമേനിയുടെ കബറിങ്കലുള്ള സാന്നിധ്യത്തിലും നമുക്ക് ആത്മീയമായ ഒരു ഉണർവ് ലഭിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന് പ്രയോജനപ്പെടുന്ന ഒരു ഗുരുവായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. ഇന്നത്തെ നമ്മുടെ ചിന്തയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശ്രേഷ്ഠ ഗുണം നാം പരിശോധിക്കുകയാണ്. വ്യക്തി ജീവിതത്തിൽ വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്ന പിതാവായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. അതേ പ്രിയപ്പെട്ടവരെ, 1885 ജനിച്ച ഒരു പിതാവ്, 2 നൂറ്റാണ്ട് മുമ്പ് ജനിച്ച ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ദിനങ്ങളെക്കുറിച്ചും കുറിച്ചു വച്ചിരുന്നു. അദ്ദേഹം ഡയറി എഴുതിയിരുന്നു. ഞാനും നിങ്ങളും പോലും ബഹുഭൂരിപക്ഷവും ഇന്ന് ഡയറി എഴുതുന്നില്ല. തൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ പ്ലാന്, ചിട്ടയായ ജീവിതം ഇതുണ്ടായിരുന്ന ഒരു വലിയ ശ്രേഷ്ഠ പിതാവായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. ഒരു മനുഷ്യൻ്റെ ജീവിതം വിജയമോ പരാജയമോ എന്ന് വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പൊതുസമൂഹം നൽകുന്ന സാക്ഷ്യം, അദ്ദേഹത്തിൻ്റെ ജീവിതം വഴി അദ്ദേഹത്തിന് ലഭിച്ച സംതൃപ്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ശേഷം ആ മനുഷ്യനെക്കുറിച്ച് ലോകം പറയുന്ന വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ദൈവബന്ധത്തിൽ അധിഷ്ഠിതമായിരുന്ന ഒരു ജീവിതമുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ബോധ്യം, ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ പ്ലാൻ, പ്രവർത്തനത്തിന് വ്യക്തമായ രീതി, കൃഷികാര്യങ്ങൾക്ക് ആവശ്യമായ സമയം, സസ്യലതാദികൾ, പക്ഷി മൃഗാദികൾ ഇവയെ കരുതുവാനായിട്ടുള്ള മനസ്സ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ തനിക്ക് ലഭിച്ച ഒരു ദിവസം ലഭിച്ച 24 മണിക്കൂർ ഇത്തരം സുന്ദരമായി ലാഭകരമായി ചെലവഴിച്ച ഒരു മഹാനായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്ന സമയത്തിന് വില കൽപ്പിക്കാത്തവരായി നാം മാറുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ രാവേറെ ഉല്ലസിക്കുകയും പ്രഭാതത്തിൽ ഉണരാതെ ഉച്ചയ്ക്ക് വരെ ഉണരുകയും ചെയ്യുന്ന ഒരു ജീവിത രീതി കുട്ടികളുടെയും യുവാക്കളുടെയും ഇടയിൽ വർദ്ധിച്ചു വരികയാണ്. ഒരു കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ബോധ്യമോ കൃത്യമായ പ്ലാനോ നിഷ്ഠയായ ജീവിതമോ ഇന്ന് വിശ്വാസികൾക്ക് ഇല്ല എന്നതാണ് സത്യം. ഉത്തരവാദിത്തമില്ലാത്തവരുടെ എണ്ണം ഉത്തരോത്തരം വർദ്ധിച്ചു വരികയാണ്. കാരണം സമ്പന്നമായ ഒരു കുടുംബത്തിലായിരിക്കും നമ്മൾ ജനിച്ചത്. കരുതുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അധ്വാനിക്കാത്തവർക്കും ജീവിക്കാൻ സാധിക്കുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ലക്ഷ്യമില്ല, നമുക്കൊരു ബോധ്യമില്ല, ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളെ നമ്മൾ കണ്ടെത്തുന്നില്ല, ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി സ്വപ്നങ്ങൾ കാണുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധ പാമ്പാടി തിരുമേനി തൻ്റെ ജീവിതത്തിൽ വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ദൈവത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്കും പ്രവർത്തനത്തിനും സുറിയാനി പഠനത്തിനും ആരാധനാ ജീവിതത്തിനും ആരാധനാ പുസ്തകങ്ങളുടെ വിവർത്തനത്തിനും സഭ ഏൽപ്പിച്ച ദൗത്യങ്ങളുടെ പൂർത്തീകരണത്തിനുമായി അശ്രാന്ത പരിശ്രമം ആ പുണ്യപിതാവ് ചെയ്തിരുന്നുവെന്നുള്ളതാണ് സത്യം. പലരും ഏറ്റെടുക്കുവാൻ മടിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണ മനസ്സോടെ ദൈവാശ്രയത്തോടെ ഏറ്റെടുക്കുവാൻ പരിശുദ്ധ പിതാവിന് കഴിഞ്ഞിരുന്നു. സഭയുടെ തർക്കങ്ങളിലും വ്യവഹാരങ്ങളിലും ഭാഗവക്കാകാതെ സമാധാനത്തിൻ്റെ വക്താവായി ജീവിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു.
ചെറിയ കാര്യങ്ങൾ വരെ അദ്ദേഹം ഡയറിയിൽ എഴുതിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയാൽ, ഒരു കൂദാശയ്ക്ക് പോയാൽ, ഒരു രോഗിയെ കാണാൻ പോയാൽ, ഒരു യാത്ര പോയാൽ എല്ലാം വളരെ വ്യക്തമായി കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, എന്താണ് സംസാരിച്ചത്, തിരിച്ചു പോരുമ്പോൾ എന്ത് സംസാരിച്ചു, ആ യാത്രയ്ക്കുള്ള പ്രയോജനം എന്ത്, ഇതെല്ലാം അദ്ദേഹം എഴുതിയിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ ഇത്തരത്തിലൊരു വ്യക്തമായ പ്ലാൻ രേഖപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രഭാതത്തിൽ ഉണർന്ന് നമ്മെ രാത്രി മുഴുവൻ കാത്ത് സംരക്ഷിച്ച ദൈവത്തിന് സ്തോത്രം പാടുവാനും പാട്ടുപാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു ചിട്ടയായ ജീവിതം പരുവപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പരിശുദ്ധ പാമ്പാടി തിരുമേനി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പുണ്യപുരുഷനായിരുന്നു. സഭയെ പഠിപ്പിക്കുന്ന 7 യാമങ്ങളിലും പ്രാർത്ഥിച്ച് പ്രാർത്ഥന തൻ്റെ ആത്മാവിന് ആഹാരമാണെന്ന് കരുതിയ പുണ്യവാനായിരുന്നു. നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ തിരക്കുകൾക്കിടയിൽ സഭ 7 യാമങ്ങളിലെ പ്രാർത്ഥനകൾ 2 നേരമായി പുനർക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും ആ 2 നേരമെങ്കിലും ദൈവസന്നിധിയിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് ഹൃദയം പങ്കുവെക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വേണ്ടി, ചിന്തയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കുവാൻ സാധിക്കുന്നുണ്ട്. ജോലിയിലുള്ളവർ അതിനുവേണ്ടി സമയം മാറ്റിവെക്കുന്നു. ഇപ്പം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറപടിയായി നിർവഹിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ വിജയം വരിക്കുന്നത്. തമ്പുരാൻ കർത്താവിൻ്റെ ജീവിതത്തിലും ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു നിഷ്ഠയുള്ള ജീവിതമുണ്ടായിരുന്നു. രാവിലെ പ്രാർത്ഥിക്കുന്ന തമ്പുരാൻ, പകൽ പരസ്യ ശുശ്രൂഷ നടത്തുന്ന തമ്പുരാൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന തമ്പുരാൻ, ദേവാലയത്തിലിരുന്ന് പഠനങ്ങൾ പഠിക്കുന്ന തമ്പുരാൻ, സുന്നഗോഗിൽ പ്രസംഗിക്കുന്ന ക്രിസ്തുവിൻ്റെ രൂപം, സന്ധ്യയായാൽ കടൽ തീരത്ത് സുവിശേഷം അറിയിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രവർത്തനം, രോഗികളെ സൗഖ്യമാക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രവർത്തനം, വിശക്കുന്നവർക്ക് രാവേറെ ചെന്ന് കഴിയുമ്പോൾ ആഹാരം കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ കരുതൽ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വ്യക്തമായൊരു പ്ലാൻ, ആ ഗുരുവിൻ്റെ പ്ലാൻ സ്വജീവിതത്തിൽ പകർത്തിയ ഒരു പുണ്യവാനായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ വ്യക്തമായ പ്ലാനോടുകൂടി, ചിട്ടയായ ജീവിതത്തോടുകൂടി വളർത്തുവാൻ ഒരു ക്രിസ്ത്യൻ പേരൻറ്റിന് ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് പണങ്ങൾ മാത്രമല്ല, കുഞ്ഞുങ്ങൾ മക്കൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അവർ അവകാശികൾ കൂടിയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ അവകാശികളാണ്, നമ്മുടെ ആരാധനയുടെ അവകാശികളാണ്, നമ്മുടെ നോമ്പ് ഉപവാസത്തിൻ്റെ അവകാശികളാണ്, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ അവകാശികളാണ്. ആ അവകാശങ്ങൾ അവരും സംരക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ചിട്ടയായ ഒരു ജീവിത രീതി, വ്യക്തമായ ഒരു പ്ലാൻ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ജീവിതവും ചിട്ടയായ പ്രവർത്തനങ്ങളും നമുക്ക് പ്രേരകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാണ്.